നിങ്ങൾക്ക് ഈ സ്വഭാവം പണ്ടേ ഉള്ളതാ. ഇനി ഇത് സംഭവിച്ചു വരില്ല. എന്തോ സംഭവിക്കേ മണി, നിന്റെ ഭാഗത്താണ് തെറ്റ്. എന്നിട്ടും ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ ക്ഷമിച്ചിട്ടാണ് പോണത്. പല പ്രാവശ്യം നീ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു. അപ്പൊ അതിനകത്ത് നീ എന്നെ തലയിൽ കയറുകയാണ്. ഞാൻ ഇപ്പൊ നിങ്ങളുടെ തലയിൽ കയറി? നീയാ എന്ത് പറഞ്ഞാലും നീ തലയിൽ തന്നെ കയറുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന അനുസരിച്ച് പോകുന്നതല്ലാതെ ഞാൻ തലയിൽ കയറിയിട്ടില്ല. അതിനാണ് തലയിൽ കയറെന്ന് പറയുന്നത്. എന്തോന്ന് അനുസരിച്ച് പോണെന്ന്? എല്ലാ കാര്യങ്ങളും അനുസരിച്ച് തന്നെ പോണത്. എല്ലാ കാര്യങ്ങളും ഇവിടെ എന്നെ കൊണ്ട് പറയില്ലേ? എന്റെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും എന്തിന് മക്കളെ വരെ പറയണ അമ്മയെ പേടിച്ചാണ് അച്ഛൻ ജീവിക്കുന്നത്. അത് നിങ്ങൾ അവരെ കാണിക്കുന്നുണ്ട്. എല്ലാരും മുന്നേ വെച്ചിട്ട് ഭാര്യ പേടിച്ചാണ് കഴിയണമെന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് പ്രവർത്തിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എന്തോന്ന് കാണിക്കുന്നത്? ഈ അഭിനയം തന്നെയാണ് എന്റെ പ്രശ്നം. അഭിനയോ? അനാവശ്യം പറയില്ല കേട്ടോ. ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ട് കറക്റ്റ് ആയിട്ട് കാര്യം പറയൂല. എന്നിട്ട് വിഴുങ്ങി വിഴുങ്ങി മുഖം വെറുപ്പിച്ച് വല്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വല്ലാത്തൊരു പെരുമാറ്റം കാണിക്കും. എന്തോന്നാണ് നീ പറയണത്? നിന്റെ മനസ്സിലാണ് കോംപ്ലക്സ്. നീയാണ് ഇതൊക്കെ പറയണത്. എനിക്ക് ഒരു കോംപ്ലക്സും ഇല്ല. എന്തിന്റെ കുറവാണ്? എന്തിന്റെ കുറവാണ്? കുറവിന്റെ കാര്യം പറഞ്ഞ കുറവിന്റെ അല്ല, ചക്കെന്ന് പറയുമ്പോ ചുക്കെന്ന് പറയല്ലേ മനുഷ്യ. എടി എന്റെ ഓഫീസിലുണ്ടല്ലോ, ഓഫീസിലുള്ളവരുമൊക്കെ അവരുടെ ഭാര്യമാരുടെ കഥകളൊക്കെ വന്ന് പറയും. എനിക്ക് എന്റെ ഓഫീസിൽ ഉള്ള കാര്യം നിന്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഉടനെ നിനക്ക് സംശയമാണ്. സംശയം അല്ല, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ലേ എനിക്ക് സംശയം വരുന്നത് അല്ലേ? ഞാൻ വെറും ഒരു സംശയ രോഗി, സൈക്കോ, മറ്റേ എന്തോ മനോരോഗി. ഞാൻ എന്തോന്ന് നിന്നെ കുറ്റം പറയണത്? ഈ പറഞ്ഞൊക്കെ കുറ്റമല്ലേ? പിന്നെ ഇപ്പൊ നല്ലതാ പറഞ്ഞോണ്ടിരുന്നത് എന്നെ പറ്റി. നീ ഇതൊക്കെ പറയും കാര്യം. നീ മറ്റേ പുള്ളിമെന്നുള്ള വീട്ടിലെ ഭാർഗവപിള്ളയുടെ മോളെ. ഭാർഗവപിള്ളയുടെ മോളാണ്. പക്ഷെ എന്റെ അച്ഛന്റെ പേര് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. പിന്നെ നിന്റെ അച്ഛന്റെ പേര് ഭാർഗവപിള്ള, അത് പറയും ഞാൻ. ഭാർഗവപിള്ള ഒരുപാട് വർഷം പറഞ്ഞിട്ട് നിങ്ങളുടെ അച്ഛന്റെ പേര് ഞാൻ പറയുന്നത് എനിക്കറിയാം. നീ ഒരു പ്രാവശ്യം 10 പ്രാവശ്യം പറ എന്റെ അച്ഛന്റെ പേര്. അപ്പൊ നിനക്ക് തൃപ്തിയാവും. എന്റെ തറവാട്ട് പറഞ്ഞവർ ഇങ്ങനെ വല്ലവരും അച്ഛനെ പറ്റി പറയാറില്ല. ഓഫീസിലുണ്ടല്ലോ, ഓഫീസിലുള്ളവരൊക്കെ ഭാര്യമാരുടെ അളിയന്റെ സൗണ്ടാണല്ലോ. വഴക്കുണ്ടാക്കുന്നു. ഞാൻ പറയൂടി പുലിയുടെ വീട്ടിൽ ഭാർഗവപിള്ള, പുലിയുടെ വീട്ടിൽ ഭാർഗവപിള്ള, പുലിയുടെ വീട്ടിൽ ഭാർഗവപിള്ളയുടെ മോള്. ഞാൻ പറയും. എനിക്ക് ഇതിന് തിരിച്ചുത്തരം പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ രീതിയിൽ എടുക്കും. നീ പറ. ചേട്ടാ എനിക്ക് മതിയായി, മടുത്ത്. എന്തൊരു ജീവിതം ഇത്. എനിക്ക് വയ്യ. എന്റെ കാര്യം എന്താന്ന് പറ. കാര്യം ഇങ്ങനെ പറഞ്ഞു മടുത്തു പോലും. എന്ത് പ്രശ്ന? ഒരു മനുഷ്യൻ എത്ര ക്ഷമിക്കണം? എത്ര ക്ഷമിക്കണം? അല്ല കാര്യം പറയല്ലേ. കാര്യം സമാധാനമായിട്ട് കാര്യം പറ അളിയ. നമുക്ക് സോൾവ് ചെയ്യാം. എന്തോന്ന് സോൾവ് ചെയ്യാൻ? അളിയൻ പറ. എനിക്കൊന്നും പറയാനില്ല. പെങ്ങളോട് ചോദിച്ചു. അല്ല പെങ്ങള് പറഞ്ഞുതരും. മാറിയില്ലോ വെച്ചോട്ട് പെങ്ങളെടുത്ത് ചോദിക്കാം. അളിയ പെങ്ങള് പറഞ്ഞുതരും. അളിയ നിന്നേ കാര്യമൊന്നും പറയാതെ അളിയൻ പോയാൽ കണ്ടില്ലേ? അവള് കേറിപ്പോയത് എന്താ പറഞ്ഞിട്ടാന്നറിയോ? അവക്ക് ജീവിതം മടുത്തെന്ന്. സ്ഥിരമാണല്ലോ മാമ. അല്ല സ്ഥിരമാന്നുള്ളതല്ല. അളിയനെങ്കിലും എന്റെ കാര്യം പറയായിരുന്നല്ലോ. അവളത് പറഞ്ഞില്ല. അത് സാരമില്ല. ചെറിയ കാര്യമല്ല ഇത്. മാമ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നേ? അല്ല എനിക്ക് ഇമോഷൻ ആയിരിക്കാൻ പറ്റത്തില്ല. എന്റെ പെങ്ങളുടെ കാര്യമാണ്. നിനക്ക് അങ്ങനൊക്കെ പറയാം. എന്റെ പൊന്നു മാമ, ഞാൻ ഇത് സ്ഥിരം കാണുന്നതാണ്. ഇവർ രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കുന്നത്. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോ ചക്കര ഈച്ചയും പോലെയാണ്. പക്ഷെ ഇതങ്ങനല്ലേ. എന്റെ അച്ഛന്റെ പേര് പറഞ്ഞു കേട്ടില്ലേ? ലേലം വിളിക്കുന്നല്ലേ പുലിയുടെ വീട്ടിൽ ഭാർഗവപിള്ള എന്ന് പറഞ്ഞത്. അപ്പൊ എന്തോ കാര്യമുണ്ട്. ഞാൻ നോക്കിട്ട് വരാം. ഓ ഇനി എന്താവോ എന്തോ. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാനല്ല തെറ്റുകാരൻ. ഓ പിന്നെ എന്താണ് പ്രശ്നമെന്ന് പറ മക്കളെ. അത് നീ അമ്മയെടുത്ത് ചോദിച്ചു. ബെസ്റ്റ്. അമ്മയടുത്ത് പോയി ചോദിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അച്ഛനോട് പോയി ചോദിക്കേ. ഞാൻ ഇനി ആരടുത്ത് പോയി ചോദിക്കണം? എന്റെ മോളെ, മണിയുടെ സ്വഭാവം നിനക്കറിയല്ലോ. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം പറഞ്ഞ് ഊതി പെരുപ്പിച്ച് വലുതാക്കി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചയും വെള്ളം ഉണ്ടാക്കി അവളങ്ങ് പോകും. നോക്കിയോ, കുറച്ച് കഴിയുമ്പോൾ അവള് ശാന്തമായിട്ട് വന്ന് രവിയേട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. ഞാനല്ല ഒന്നിനും പോയത്. അതെ, അതെനിക്ക് അറിയാവുന്നുള്ള കാര്യമാണ്. 5 മിനിറ്റത്തെ കേസേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും. പക്ഷേ ഇപ്പോഴേ ഈ വീട്ടിൽ ഒരാളും കൂടി ഉണ്ട്, മണിക്കുട്ട മാമൻ. മാമന്റെ മുമ്പാണ് നിങ്ങൾ രണ്ടുപേരുടെ ഈ അഭ്യാസങ്ങൾ മൊത്തം. ഞാനല്ല, അവളാണ് എന്റെ അടുത്ത് വഴക്കടിക്കാൻ വന്നത്. ഞാൻ മര്യാദ കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളാണ് വന്ന് ചൊറിഞ്ഞ് സംസാരിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് അവസാനം പിന്നെ ഞാൻ പറഞ്ഞത് മാത്രമേ വെളിയിൽ വരുള്ളൂ ഇവിടെ. അതെനിക്ക് അറിയാലോ അച്ഛാ. പക്ഷെ ഒന്നാമതെ മാമന്റെ സ്വഭാവം അറിയാലോ. അമ്മയുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ മതി, ഭയങ്കര പ്രശ്നമായിരിക്കും ഈ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അറിഞ്ഞ ഇവളിങ്ങനെ കരഞ്ഞോണ്ട് പോകുന്നു. അറിഞ്ഞോ അറിഞ്ഞില്ലേ, എന്തായാലും ഇനിയുള്ളത് മാമ വരുമ്പം പറയുന്നത് എല്ലാ കാര്യവും അച്ഛൻ അങ്ങ് അത് കേട്ട് ഫേസ് ചെയ്താൽ മതി. എന്തോന്ന് ഫേസ് ചെയ്യാൻ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റ് ചെയ്തോ ഇല്ലയോ, എന്താണോ മാമൻ പറയാൻ വരുന്നത് അതെല്ലാം കേട്ടോണ്ടിരിക്കുക. മക്കളെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിയുമ്പോൾ ഈ മണി തന്നെ വരും. രവിയേട്ടാ സോറി എന്നൊക്കെ പറഞ്ഞു വരും. നോക്കിക്കോ, നീ നോക്കിക്കോ. അതെനിക്കറിയാം, പക്ഷെ മാമൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ പോവാൻ പറ. പിന്നെ അല്ലാതെ ആവശ്യമില്ലാത്ത കേസിൽ മണിക്കൂട്ടം ഇടപെടേണ്ട കാര്യം എന്താണ്? എന്താണിത്? അത് അനിയത്തിയുടെ സ്നേഹമാണ്. അനിയത്തിയുടെ കാര്യം അറിയാതില്ല സംസാരിച്ചത്.
കാര്യം അറിയാതല്ലേ പറഞ്ഞത്. കാര്യം അറിയാതെയൊക്കെ ആയിരിക്കും പറഞ്ഞത്. പക്ഷെ എന്തായാലും ഇനി വരാൻ പോകുന്നതേ അമ്മ ആയിരിക്കില്ല സംസാരിക്കാൻ വരാൻ പിന്നെ മണിക്കുട്ട മാമനായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാ അച്ഛൻ മാമനോട് സംസാരിച്ച ഓ വരട്ടെ, ഞാൻ പറഞ്ഞോളാം. ഞാൻ പോണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനം എന്റെ ഇതിൽ തന്നെ അവൾക്കും മതിയായി. എല്ലാവർക്കും ഒരു സ്ഥലത്തും സ്വൈര്യമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഓ സമാധാനം എന്ന് പറഞ്ഞാൽ ഈ ജമ്പത്തിൽ കിട്ടൂല. ദൈവമേ.